നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊല്ലം 10-16 ആയില്ലേ? നീ മറന്നു കാണും. നിങ്ങൾ ആരാ? ചേച്ചി സ്പീക്കർ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാണെന്ന്? പ്രഭാവതി, ഞാൻ നിന്റെ ഭർത്താവാണടി. ശേഖരമേനോൻ. ശേഖരമേനോൻ? എന്താ ആ പേര് നീ മറന്നോ? ആദ്യം നീ എന്നെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കി. പിന്നെ ഇല്ലാത്തൊരു കൊലക്കുറ്റം ചുമത്തി നീ എന്നെ ജയിലിലാക്കി. അതോടെ ഞാൻ തീർന്നു നീ കരുതി അല്ലേ? പിന്നെ എന്നെ എന്തിനോർക്കണം അല്ലേ പ്രഭാവതി? അല്ല, ഒരിക്കലുമല്ല. ശേഖരേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനല്ല ശേഖരേട്ടനെ ജയിലിലേക്ക് അയച്ചത്. ചേട്ടൻ എന്നെ വിശ്വസിക്കണം. പ്രഭാവതി, നിന്നെ കണ്ണും പൂട്ട് വിശ്വസിച്ചിരുന്ന ഒരു ശേഖരമേനോൻ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. പക്ഷേ ഇപ്പൊ നിന്നോട് സംസാരിക്കുന്ന ശേഖരമേനോൻ ഉണ്ടല്ലോ, അത് 14 വർഷങ്ങൾക്ക് മുമ്പ് നീ കണ്ട ശേഖരമേനോൻ അല്ല. ചേട്ടൻ എനിക്ക് ഒരവസരം തരണം. എന്റെ നിരപരാധിത്വം എനിക്ക് ചേട്ടന്റെ മുമ്പിൽ തെളിയിക്കണം. ചേട്ടാ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ അതിന് ശ്രമിച്ചിരുന്നു. പക്ഷെ അന്നാണ് ഞാൻ അറിയുന്നത് ചേട്ടൻ ജയിലിൽ നിന്ന് റിലീസായെന്ന്. ഓ, ശേഖരേട്ടൻ ഇപ്പൊ എവിടെയാ? എനിക്ക് ചേട്ടനെ ഒന്ന് കാണണം. പ്രഭാവതി, നീ ആരാണെന്നും നിന്റെ നീക്കങ്ങൾ എന്താണെന്നും എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാനുള്ള പദ്ധതിയായിട്ടായിരിക്കും നീ ഇപ്പൊ കാത്തിരിക്കുന്നത്. നിന്റെ ആ പദ്ധതി ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിന് നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. അതിനു മുമ്പ് സകലതും ഞാൻ പൊളിച്ചടുക്കും. നിന്റെ ചതിയുടെ കഥകൾ ഞാൻ പുറം ലോകത്തെ അറിയിക്കും. നീ മഹാറാണിയായി വാഴുന്ന ആ തറവാട്ടിൽ നിന്നും നീ ആട്ടിയിറക്കപ്പെടും പ്രഭാവതി. നീ ആ വീടിന്റെ പടിയിറങ്ങുന്നതിന്റെ അന്ന് എന്റെ കൈകൊണ്ട് നിന്റെ അവസാനമായിരിക്കും. ഓർത്തോ? ചേച്ചി, അയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ. അയാൾ ഇവിടെ വന്ന് കയറി വല്ലതും വിളിച്ചു പറഞ്ഞാലേ നമ്മളീ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആവില്ലേ? അയാളെ തീർക്കണം. അയാളെ തീർത്തേ മതിയാവൂ പ്രതാപ. കണ്ടുപിടിക്കണം. അയാൾ എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.